അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് സാധാരണ നിലയിലാകുന്നതാണ് ഇതിനു കാരണം. ലോക വിപണിയിൽ വില കുറഞ്ഞതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ പോലും ഇന്ധനവില വൻതോതിൽ കുറച്ചു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് പാകിസ്ഥാൻ സർക്കാർ ഇന്ധനവിലയിൽ വൻ കുറവ് പ്രഖ്യാപിച്ചത്. പെട്രോൾ ലിറ്ററിന് 74 രൂപയും ഹൈസ്പീഡ് ഡീസലിന് 67 രൂപയുമാണ് ഒറ്റയടിക്ക് കുറച്ചത്. ഇതോടെ പാകിസ്ഥാനിൽ പെട്രോൾ വില ലിറ്ററിന് 373.78 രൂപയിൽ നിന്ന് 299.78 രൂപയായും ഡീസൽ വില 378.78 രൂപയിൽ നിന്ന് 311.78 രൂപയായും കുറഞ്ഞു. മുൻപ് അമേരിക്ക ഇറാൻ തർക്കം കാരണം എണ്ണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വില പുതുക്കാൻ പാക് സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പുതിയ കുറവ്. കടുത്ത വിലക്കയറ്റത്തിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ ഇന്ത്യയിലും പെട്രോൾ ഡീസൽ വില കുറയേണ്ടതാണ്. എന്നാൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾ അതിന് തയ്യാറാകാത്തതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. മുൻപ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്ന സമയത്ത് ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വൻതോതിൽ വില കൂട്ടിയിരുന്നില്ല. അന്നുണ്ടായ ഭീമമായ നഷ്ടം നികത്താനാണ് ഇപ്പോൾ വില കുറയ്ക്കാതെ കമ്പനികൾ അധിക ലാഭം എടുക്കുന്നത്. ഇന്ത്യയിൽ പെട്രോൾ വിലയുടെ വലിയൊരു പങ്ക് കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാന സർക്കാരുകളുടെ വാറ്റ് നികുതിയുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില എത്ര കുറഞ്ഞാലും സർക്കാരുകൾ നികുതി കുറയ്ക്കാതെ സാധാരണക്കാരന് ഇതിന്റെ ഗുണം കിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഡോളറിലാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുന്നതും വില കുറയ്ക്കുന്നതിന് കമ്പനികൾക്ക് തടസ്സമാകുന്നുണ്ട്. അമേരിക്ക ഇറാൻ കരാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ വരും മാസങ്ങളിലും ലോക വിപണിയിൽ എണ്ണവില കുറഞ്ഞു തന്നെ നിൽക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ വില കുറയ്ക്കാനുള്ള സമ്മർദ്ദം ശക്തമാകും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളും ഒത്തുവന്നാൽ അടുത്ത മാസങ്ങളിൽ ഇന്ത്യയിലും പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 മുതൽ 10 രൂപ വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന സൂചന. പക്ഷേ എണ്ണ കമ്പനികൾ കൊള്ളലാഭം കൊയ്യുന്നത് ഇനി എത്ര കാലം തുടരുമെന്നതും ആലോചിക്കേണ്ടതാണ്.